Hello friends, welcome to Toppers World. നമ്മൾ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ ഗണിതം സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്, തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഒന്നാമത്തെ പാഠമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് 4 അക്ക സംഖ്യകൾക്കൊപ്പം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ 4ാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് പ്രവേശന നമ്പർ എന്നുള്ള ഈ ടോപ്പിക്കിൽ നിന്നാണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ അതായത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1ഉം 2ഉം ഒക്കെ ഉണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. എന്നിട്ട് നമ്മുടെ പാർട്ട് 4 കാണുക. അപ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക, ക്ലാസ് കാണുക. നമ്മൾ ആ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. ഓക്കെ, അപ്പോൾ പ്രവേശന നമ്പർ എന്നുള്ള ഈ ടോപ്പിക്കിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മീനുവിനും കൂട്ടുകാർക്കും പുതിയ സ്കൂളിൽ തുടർച്ചയായ പ്രവേശന നമ്പറാണ് ലഭിച്ചത്. നമ്പർ എഴുതി പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ മീനുവിനെയും കൂട്ടുകാരനെയും പ്രവേശന നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തുടർച്ചയായ നമ്പറാണ്. എന്താ തുടർച്ചയായ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ, അതായത് അടുത്തടുത്ത നമ്പറുകൾ അല്ലേ, അതായത് 8 കഴിഞ്ഞാൽ 9, 9 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 11, അതാണ് തുടർച്ചയായ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മീനുവിന്റെ നമ്പർ 3008 ആണ്. എങ്ങനെയാണ് സംഖ്യ വായിക്കുക? 3008. അപ്പൊ അടുത്തത് ജസ്നയുടെയും രമ്യയുടെയും അപർണയുടെയും ഷംനയുടെയും ഒക്കെ നമ്പറാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് തുടർച്ചയായ നമ്പറാണെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം? 3008 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? ജസ്നയുടെ നമ്പർ എത്രയായിരിക്കും? 3009. 9 കഴിഞ്ഞാൽ അടുത്തത് 3010, 3011, 3012, 3013. അപ്പൊ അവസാനത്തെ നമ്പർ എത്രയാണ്? 3013 ആണ് നമ്മുടെ മായയുടെ നമ്പർ. പിന്നീട് അടുത്ത ചോദ്യം നോക്കിക്കേ. പിന്നീട് 20 പേർ കൂടി ഇതേ സ്കൂളിൽ ചേർന്നു. അവസാനം ചേർന്ന കുട്ടിയുടെ പ്രവേശന നമ്പർ എത്ര എന്ന് വെച്ചാൽ മായയ്ക്ക് ശേഷം, മായയുടെ നമ്പർ എത്രയാ? 3013 അല്ലെ. മായയ്ക്ക് ശേഷം വീണ്ടും 20 പേർ കൂടെ ഈ സ്കൂളിൽ ചേർന്നാല് അവസാനത്തെ കുട്ടിയുടെ പ്രവേശന നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട്? നമ്മളെ 3013, 14, 15 അങ്ങനെ 20 പേര് നമ്മൾ എണ്ണണോ? വേണ്ട അല്ലെ. പകരം 3013 അല്ലെ ഇപ്പത്തെ നമ്പർ. 3013ന്റെ കൂടെ 20 കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂട്ടാനൊക്കെ അറിയില്ലേ? ഇപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മളെ കൂട്ടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഏറ്റവും വലിയ നമ്പർ ആദ്യം എഴുതുന്നു, 3013 എഴുതി. അടുത്തത് 20 നമ്മൾ താഴെ എഴുതുന്നു. എന്നിട്ട് 3ന്റെ കൂടെ 3ന്റെ താഴെയുള്ള ഏതാണോ സംഖ്യ അതാണ് കൂട്ടുന്നത്. അതായത് 3ഉം ഈ 0 കൂടെ കൂട്ടുക, ഉത്തരം. 3ഉം 0 കൂട്ടി ഉത്തരം എന്താണ്? 3. 1ഉം 2ഉം അല്ലെ. 1ന്റെ താഴെ 2, 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ ഉത്തരം 3. അടുത്തത് 0ത്തിന്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ 0ത്തിന് താഴേക്ക് ഇറക്കി എഴുതുക. അടുത്തത് 3നെ ഇറക്കി എഴുതുക. അപ്പൊ എത്രയാണ് ഉത്തരം? 3033. അപ്പൊ 20 പേര് കൂടെ സ്കൂളിൽ ചേർന്നപ്പോ പ്രവേശന നമ്പർ അവസാനത്തെ കുട്ടിയുടെ എത്രയായി? 3033. ഇനി അതിന്റെ അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു മാസത്തിന് ശേഷം പ്രവേശന നമ്പർ 3049 വരെയായി. അപ്പൊ നമുക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ പ്രവേശന നമ്പർ എത്ര വരെയായി എന്നാ പറയുന്നത്? 3049. ഈ സംഖ്യ എങ്ങനെ വായിക്കുക? 3049 വരെയായി അല്ലെ. എങ്കിൽ വീണ്ടും എത്ര കുട്ടികൾ ചേർന്നു എന്ന് വെച്ചാൽ എത്ര കുട്ടികൾ എണ്ണമാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അതായത് മൈനസ് ചെയ്യണം, കുറയ്ക്കണം. 3049 നിന്നും 3033 കുറയ്ക്കുക. അപ്പൊ എല്ലാവർക്കും അറിയാലോ 9 നമ്മൾ കുറയ്ക്കുകയാണെങ്കിലും കൂട്ടുകയാണെങ്കിലും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ചെയ്തു വരേണ്ടത്? വലത് സൈഡ്, നമ്മുടെ ഇടത് സൈഡിൽ നിന്ന്, അതായത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടല്ല വരേണ്ടത്. പകരം നമ്മുടെ ഇടത്തോട്ടാണ് പോകേണ്ടത്. അതായത് ഈ സൈഡിൽ നിന്ന്, ഏറ്റവും വലത് സൈഡിലെ ഈ നമ്പറിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുറച്ച് പോകേണ്ടത്. അതായത് ആദ്യം 9 3 കുറയ്ക്കുക, പിന്നെ 4 3 കുറയ്ക്കുക, 0 0 കുറയ്ക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ 3 3 കുറച്ച് ഇവിടെ എഴുതി 0 0 കുറച്ച് അങ്ങനെ ചെയ്യരുത്. ഈ സൈഡിൽ നിന്നല്ല, ഇങ്ങോട്ടല്ല ചെയ്തു വരേണ്ടത്. പകരം ഇവിടുന്ന് നമ്മുടെ വലത് സൈഡിൽ നിന്ന് ഇടതുവശത്തേക്കാണ് ചെയ്തു പോകേണ്ടത്, കൂട്ടുകയാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും. ഓക്കെ, അപ്പൊ ആദ്യം 9 3 കുറയ്ക്കുക, ഉത്തരം എന്താണ്? 6. അടുത്ത 4 3 കുറച്ച ഉത്തരം എന്താണ്? 1. 0 0 കുറച്ചാൽ ഉത്തരം 0 തന്നെയാണ്, 0 തന്നെയാണ്. 3 3 കുറച്ചാലും 0 തന്നെയാണ്. അപ്പൊ എത്ര കുട്ടികൾ ചേർന്നു? 16. ഓക്കെ, അടുത്തത് ലോകകപ്പ് ഫുട്ബോൾ. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഈ കുട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ആൻസർ പറയാം. 333നോട് എത്ര കൂട്ടിയാൽ 3333 കിട്ടും എന്നാണ് ചോദ്യം. അതായത് 333നോട് എത്ര കൂട്ടിയാലാണ് 3333 കിട്ടുക? അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റും കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ 100 10 നമ്മൾ സ്ഥാനവിലയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ പഠിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും. ഇത് നമ്മൾ മൈനസ് ചെയ്യാതെ തന്നെ, കുറയ്ക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് അറിയാത്തവർക്ക് നമുക്ക് ഇവിടെ കുറച്ച് കാണിക്കാം. 3333 നമുക്ക് കിട്ടിയത്. അതിന് 333 കുറയ്ക്കുക. അപ്പൊ നമുക്ക് ഉത്തരം എന്താണ് കിട്ടുന്നത്? 3000. എന്ന് വെച്ചാൽ 3333 കിട്ടാൻ 333ന് കൂടെ എത്ര കൂട്ടണം? 3000
കൂട്ടണം. ഓക്കെ, അടുത്ത് നമുക്ക് ലോകകപ്പ് ഫുട്ബോളിന്റെ ചോദ്യം ചെയ്യാം. നോക്കൂ, ഇവിടെ എന്താ, ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. എല്ലാവർക്കും അറിയാലോ അല്ലെ, ഫുട്ബോൾ മത്സരം, ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഇവിടെ കളി നടന്ന വർഷങ്ങൾ ക്രമത്തിൽ എഴുതി പട്ടിക പൂർത്തിയാക്കുക. അപ്പൊ നമുക്ക് തുടർച്ചയായിട്ട് എല്ലാ വർഷവും എന്ന് വെച്ചാൽ ഇപ്പൊ 2023 നടന്നു, അടുത്ത് 24 നടന്നു, 25 2025 നടന്നു, അങ്ങനെ തുടർച്ചയായിട്ടല്ല ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്, മത്സരം നടക്കുന്നത് 4 വർഷങ്ങൾ കൂടുമ്പോഴാണ് നടക്കുന്നത് അല്ലെ. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ 2024 നടന്ന അടുത്ത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 4 വർഷം കഴിയണം, 4ാമത്തെ വർഷമാണ് നടക്കുക. അപ്പൊ ഇവിടെ വർഷം, നമ്മൾ വർഷത്തിന്റെ ഈ കോളമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മത്സരം നടന്ന രാജ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു നമ്പർ ഒരു വർഷം തന്നിട്ടുണ്ട് അല്ലെ. ഇറ്റലിയിൽ നടന്നത് 1990 നടന്നതെന്നാണ് പറയുന്നത്. അപ്പൊ മെക്സിക്കോയിൽ നടന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ഈ 1990 4 കുറച്ചാൽ മതി. USA നടന്നത് അത് താഴോട്ട് വരുന്നത് പറഞ്ഞെന്താ, താഴോട്ട് വരുന്നത് കൂടി വരികയാണ് അല്ലെ, അടുത്ത വർഷങ്ങളാണ്. പക്ഷെ മേലേക്ക് എഴുതുമ്പോൾ എന്താണ്, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളത്തെയാണ് എഴുതേണ്ടത്. അതായത് ഇറ്റലിയിൽ നടക്കുന്നതിന് തൊട്ട് മുമ്പ് 4 വർഷം മുമ്പാണ് മെക്സിക്കോയിൽ നടന്നത്, അതിനും 4 വർഷം മുമ്പാണ് സ്പെയിനിൽ നടന്നത്, അതിനും 4 വർഷം മുമ്പാണ് അർജന്റീനയിൽ നടന്നത്, അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളാണ് എഴുതേണ്ടത്. 1990 കഴിഞ്ഞുള്ള വർഷങ്ങളാണ് താഴോട്ട് എഴുതേണ്ടത്. അപ്പൊ ഓക്കെ, നമുക്ക് തൊട്ട് മുമ്പുള്ള വർഷങ്ങൾ എഴുതാം. മെക്സിക്കോയിൽ നടന്നത് എപ്പോഴാണ്, 1990 4 പുറകിലേക്ക് കുറയ്ക്കുക, അത് നമുക്ക് കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ 1986 കിട്ടും. അതിൽ വീണ്ടും 4 കുറയ്ക്കുമ്പോൾ 1982, പിന്നെ നമ്മൾ 1978. അടുത്തത് USA നടന്നത്, ഇറ്റലിയിൽ നടന്നതിന് ശേഷം USA നടന്നു, ആ രാജ്യത്താണ് നടന്നത്. അപ്പൊ അതെന്താണ്, 1990 4 വർഷം അല്ലെ, 4ാമത്തെ വർഷം. അപ്പൊ എന്താണ് 1994. അടുത്ത് വീണ്ടും ഫ്രാൻസിൽ 1998. 4 കൂട്ടുകയാണ് ഇനി ചെയ്യേണ്ടത്, മേലേക്ക് കുറയ്ക്കുക. നമ്മൾ 1990 കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടി വരികയാണ്. 1998 കഴിഞ്ഞാൽ 2002, അടുത്തത് 2006, 2010, 2014 ബ്രസീലിൽ നടന്നത്. ഈ കുട്ടികൾ എന്താ പറയണത്, കുട്ടി എന്താ പറയുക, ഞാൻ 2025 ലോകകപ്പ് കാണാൻ പോകും. എപ്പോ കാണാൻ പോകുന്ന പറഞ്ഞത്, 2025 ലോകകപ്പ് കാണാൻ പോകുന്നാണ് പറയണത്. അപ്പോ ഈ കുട്ടി എന്തോ പറയണല്ലേ, നീ അത് കണ്ടത് തന്നെ എന്ന് കളിയാക്കി പറയണം. നീ അതെന്തുകൊണ്ട് അങ്ങനെ പറയണത് നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത മത്സരം നടക്കുന്നത് ഏത് വർഷം, നമുക്ക് ഇവിടെ ചോദ്യം എന്താ, നമുക്ക് ഇവിടെ നമ്മൾ എത്ര എഴുതിയിരിക്കുന്നത്, ലാസ്റ്റ് 2014 എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ 2014 കഴിഞ്ഞിട്ട് അടുത്ത മത്സരം നടക്കുന്നത് ഏത് വർഷം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 2014 കൂടെ 4 കൂട്ടുക, 2018. ഇതേ രീതിയിൽ മത്സരം നടക്കുകയാണെങ്കിൽ, അതായത് ഈ 4 വർഷം കൂടുമ്പോഴാണ് മത്സരം നടക്കുന്നതെങ്കിൽ 2025 ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുമോ? നോക്കിക്കേ, 2018 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നടക്കുന്നത് എത്രയായിരിക്കും, 4 കൂട്ടി നോക്കിക്കേ, 2022 അല്ലേ കിട്ടിയത്, വീണ്ടും 4 കൂട്ടി നോക്കൂ, ഉത്തരം 2026 ആണ് അല്ലെ. എന്ന് വെച്ചാല് 25 നമ്മുടെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കില്ല, പകരം 26 നടക്കുള്ളൂ അല്ലെ. 2022 കഴിഞ്ഞ് 2026 നടക്കുള്ളൂ. അപ്പൊ ഇവന്, ഈ കുട്ടിക്ക് 2025 ലോകകപ്പ് കാണാൻ വഴിയോ ഇല്ല, അത് അറിയുന്നത് കൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യേണ്ടത്, നീ അത് കണ്ടത് തന്നെയെന്ന് പറയണത്. അപ്പൊ നടക്കൂ 2025 ഇല്ല. അടുത്തത് ഒരു ചോദ്യമാണ്, നമ്മുടെ സൈഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കാറിലെ നമ്പർ തുടർച്ചയായ 4 അക്കങ്ങളാണ്. ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങളുടെ തുക 9 ആയാൽ നമ്പർ കണ്ടുപിടിക്കാമോ? അപ്പൊ എല്ലാവരും നമ്പർ കണ്ടുപിടിക്കുക. ഉത്തരം കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് കൊടുമുടികളും ഉയരവും. ഓക്കെ, കൊടുമുടികളും ഉയരവും. ഇവിടെ നോക്കൂ, എന്താ ഈ മൂങ്ങ പറയുന്നത് നോക്കിക്കേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അറിയോ നിങ്ങൾക്ക്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്ന്? എവറസ്റ്റ് ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരാണ് എവറസ്റ്റ്. പക്ഷെ കേരളത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. ഓക്കെ, അടുത്തത് ലോകത്തിലെ ചില കൊടുമുടികളുടെ പേരും ഉയരവും കൊടുത്തിരിക്കുന്നു. ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഉയരക്രമത്തിൽ രേഖപ്പെടുത്തുക. എന്ന് വെച്ചാൽ ഏറ്റവും ഇതിൽ നമ്മൾ നോക്കുക, ഇവിടെ കുറെ എന്താണ് കൊടുമുടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, ആ കൊടുമുടിയുടെ ഉയരവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് നോക്കുക, അതിന്റെ മീറ്റർ എത്ര ഉയരം, അതിന്റെ പേര് എഴുതുക. അങ്ങനെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ലാസ്റ്റ് എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഏറ്റവും ചെറുത് എഴുതാം. ഇവിടെ നോക്കൂ, ആനമുടി എത്രയാണ്, 2695, എവറസ്റ്റ് 8848, കാഞ്ചൻജംഗ 8586, K2 8611, നങ്ങപർവ്വതം 8126, നന്ദാദേവി 7816. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ അല്ലെ, ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ നമ്പർ നോക്കിയാൽ മതി. ഇതൊക്കെ നോക്കുന്നത് 8 തുടങ്ങുന്നത്, 8 തുടങ്ങുന്നത് 4 അക്ക സംഖ്യയാണ്. ഇതിൽ 8 തുടങ്ങുന്നത്, ഇതും 8 തുടങ്ങുന്നത്, ഇത് 7 ഇതാണ് 2 തുടങ്ങുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 7 ആണോ 8 ആണോ 2 ആണോ ചെറുത്? 2 ചെറുത് അല്ലെ. അപ്പൊ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ആനമുടി.
ആനമുടി അല്ലെ. പിന്നെ അടുത്തത് കണ്ടുപിടിക്കാൻ അറിയാലോ, 8 ആണോ 7 ആണോ ചെറുത്? 7 ആണ് ചെറുത്. അപ്പൊ അടുത്തത് തീർച്ചയായിട്ടും 7816 വരിക. അടുത്തത് നമുക്ക് ബാക്കി 4 എണ്ണവും 8 തുടങ്ങുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത രണ്ടാമത്തെ ഡിജിറ്റ്, അതായത് രണ്ടാമത്തെ സംഖ്യ നോക്കാം. ഈ ഓരോ 4 അക്ക സംഖ്യയുടെ രണ്ടാമത്തെ സംഖ്യ നോക്കുക, അതായത് 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യകൾ നോക്കുക. ഇവിടെ 8 ആണ്, ഇതിൽ 5 ആണ്, ഇതിൽ 6 ആണ്, ഇതിൽ 1 ആണ്. അപ്പൊ ഏതായിരിക്കും ചെറുത്? 1 ആണ് അല്ലെ. അപ്പൊ 8126. ഓക്കെ, അടുത്തത് ഏതായിരിക്കും? 5 6 8 5 8586. അടുത്തത് 8611, 8842. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെറിയ സംഖ്യ ഏത്, വലിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ആ പർവ്വതങ്ങളുടെ, അതായത് ആ കൊടുമുടികളുടെ പേര് എഴുതാം. അപ്പൊ 2695 ആനമുടിയാണ്, 7816 നന്ദാദേവി, അടുത്തത് നങ്ങപർവ്വതം, കാഞ്ചൻജംഗ, K2, അടുത്ത ഏറ്റവും വലുത് ഏതാണ്? എവറസ്റ്റ്. ഓക്കെ, അടുത്തത് സ്ഥാനവില. നമ്മൾ ഓൾറെഡി സ്ഥാനവില എന്താണ്, എങ്ങനെയാണ് സ്ഥാനവില കണ്ടുപിടിക്കുക, 4 അക്ക സംഖ്യകളിൽ ഏതൊക്കെ സ്ഥാനങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചാപ്റ്ററിന്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് എടുത്ത് കാണുക. നമ്മളിവിടെ സ്ഥാനവില എഴുതാൻ പറഞ്ഞിരിക്കുന്നത് 5 0 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ആദ്യം എന്ത് ചെയ്യണം? 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അതായത് 5 0, വേറെ ഏത് സംഖ്യ ഉപയോഗിക്കരുത്. 5ഉം ഉപയോഗിക്കാം, 0യും ഉപയോഗിക്കാം. ഈ രണ്ട് സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും 4 അക്ക സംഖ്യകൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ നമുക്കത് എഴുതാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഏതൊക്കെയാണ്? 5000 എഴുതിയിട്ടുണ്ട്, 5005 എഴുതിയിട്ടുണ്ട്. പിന്നെ ഏത് എഴുതാം? 5050, 5055, 5500, 5550, 5505, 5555. ഇത്രയും സംഖ്യകൾ മാത്രമേ, ഇത്രയും 4 അക്ക സംഖ്യകൾ മാത്രമേ 5ഉം 0 ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക, വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക എന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഈ സംഖ്യകൾ, നമ്മൾ ഇവിടെ എഴുതിയ സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതെന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം 5000, ഇത് 5005, 5050, 5055, 5500, 5505, 5550, 5555. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ 5555 ആണല്ലോ അല്ലെ? ആണല്ലേ. ഇതിൽ ഇടത്തെ അറ്റത്തെ 5ന്റെ സ്ഥാനവില, ഇടത്തെ അറ്റത്ത് പറഞ്ഞ ഫസ്റ്റ് ഉള്ളത് അല്ലെ, ഇതാണ് ഇടത്തെ അറ്റം, ഇത് വലത്തെ അറ്റം. അപ്പൊ ഇടത്തെ അറ്റത്തിന്റെ 5ന്റെ സ്ഥാനവില എത്രയെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സ്ഥാനവില നമ്മൾ പറഞ്ഞിരുന്നു 4 അക്ക സംഖ്യയില് ആദ്യത്തെ അക്കം എന്ന് പറയുന്നത് 1000 ആണ്. ഇതിന്റെ സ്ഥാനവില 1000 ആണ്. അടുത്തത് 100, അടുത്തത് 10, അടുത്തത് 1. ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇടത്തെ അറ്റം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഉള്ളതിന്റെ 5ന്റെ സ്ഥാനവില എത്രയായിരിക്കും? 1000. വലത്തെ അറ്റം പറഞ്ഞാൽ ഈ അവസാനത്തിന്റെ സ്ഥാനവില എന്താണ്? 1. ഓക്കെ, അടുത്തത് നമുക്ക് ഈ ബോക്സിലുള്ളത് ചെയ്യാം. ഞാൻ ആര്? ഒരു സംഖ്യ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 1200നും 1300നും ഇടയിലാണ് ആ സംഖ്യ ഉള്ളത്. 10ന്റെ സ്ഥാനത്ത് 3, ഇരട്ട സംഖ്യയാണ്, ഒരക്കം ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സംഖ്യ ഏതാണെന്ന് നോക്കാം. 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ തന്നിട്ടുണ്ട്, 3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ. അപ്പൊ എന്താ ഇരട്ട സംഖ്യ? നമുക്ക് ഇരട്ട സംഖ്യ ആവണമെങ്കിൽ ഒന്നെങ്കിൽ അവസാനത്തെ സംഖ്യ നമുക്ക് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 2, 4, 6, 8 ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ എന്താവുള്ളൂ, ഇത് ഒരു ഒരു ഇരട്ട സംഖ്യ ആവുള്ളൂ. ഇവിടെ പറയുന്നുണ്ട് 1300ന് ഇടയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ 3 ആണ് എഴുതുന്നതെങ്കിൽ അവിടെ നമ്മുടെ 100ന്റെ സ്ഥാനത്ത് 3ഓ 4ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ എന്ത് ആവും? 1300 കഴിഞ്ഞു പോകും. അതായത് ഇവിടെ നമ്മൾ സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ 4 അക്ക സംഖ്യ 1300ഉം കടന്നു പോകും. അപ്പൊ തീർച്ചയായിട്ടും 100ന്റെ സ്ഥാനത്ത് 2 പറ്റുള്ളൂ. അപ്പൊ ഈ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എന്താവും? ആവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും 1000ന്റെ സ്ഥാനത്ത് 1 പാടുള്ളൂ. അപ്പൊ ഇതിൽ ഒരു സംഖ്യ ആവർത്തിക്കുന്നുണ്ട്, അതുമല്ല നമ്മുടെ 4 അക്ക സംഖ്യ ഇരട്ട സംഖ്യയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇരട്ട സംഖ്യ ആവണമെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇവിടെ ഉള്ളത് 1ഉം പാടില്ല 3ഉം, കാരണം 1ഉം 3ഉം ഒറ്റ സംഖ്യയാണ്. അപ്പൊ 2 തന്നെയായിരിക്കും ഇവിടെ ആവർത്തിക്കുക. അപ്പൊ നമ്മുടെ സംഖ്യ ഏതായിരിക്കും? 1232. അടുത്ത ചോദ്യം, എന്നെ കണ്ടെത്താമോ? ഞാനൊരു 4 അക്ക സംഖ്യയാണ്, ഞാനും എന്റെ 2 മടങ്ങും ചേർന്നാൽ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ കിട്ടും. ഞാൻ ആരെന്ന് പറയും. അപ്പൊ ആദ്യം നമുക്ക് എന്തറിയണം? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എത്രയാണ് അറിയണം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് 1000 ആണെന്ന് അറിയാലോ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എത്രയാണ്? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് 9999 ആണ് നമ്മുടെ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ഇവിടെ കണ്ടെത്താൻ പറഞ്ഞ ഈ സംഖ്യ
ഇവിടെ ഒരു നാലക്ക സംഖ്യ ഉണ്ട്. ആ നാലക്ക സംഖ്യയും അതിന്റെ രണ്ട് മടങ്ങും ചേർന്നാൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് സംഖ്യ നമ്മുടെ ആൻസർ എത്ര അറിയോ? 3333 ആണ്. എങ്ങനെ നമുക്ക് കിട്ടുമെന്ന് പറയാം. 3333 കൂടെ അതിന്റെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ 6666. എന്നുവെച്ചാൽ രണ്ട് മടങ്ങ് വെച്ചാൽ രണ്ട് തവണ കൂട്ടുന്നതിന് തുല്യം. അതാണ് രണ്ട് മടങ്ങ് എന്ന് പറയുന്നത്. അപ്പൊ 6666. ഞാനും എന്റെ രണ്ട് മടങ്ങും കൂടി ചേരുമ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യ കിട്ടിയില്ലേ? കൂട്ടി നോക്കിക്കേ. ഏറ്റവും വലിയ നാലക്ക സംഖ്യ കിട്ടിയില്ലേ? 9999 കിട്ടിയില്ലേ? ഉത്തരം എത്രയാണ്? 3333. അടുത്തത് ഒറ്റയും ഇരട്ടയും. അപ്പൊ എല്ലാവർക്കും ഒറ്റ സംഖ്യകളും നമ്മള് ഇരട്ട സംഖ്യകളും അറിയാലോ. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഒറ്റ സംഖ്യ 1 ഒന്നാമത്തെ ഇരട്ട സംഖ്യ 2 അത് ഇതുപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഇരട്ട സംഖ്യ 4, രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3. നമുക്ക് ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് 1, 1, 3, 5, 7, 9. ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നതാണ് 2, 4, 6, 8. ഓക്കെ, നാലാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 7. അടുത്ത 10ാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 20. അപ്പൊ 10ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ നോക്കി ശ്രദ്ധിച്ച് നോക്കി. 2 തൊട്ട് മുമ്പുള്ള നമ്പറാണ് 1 അല്ലെ. അപ്പൊ 4 ആണെങ്കിൽ 4 തൊട്ട് മുമ്പുള്ള അതാണ് രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3. 8 ആണെങ്കിൽ 8 തൊട്ട് മുമ്പ് 7 അല്ലെ. അപ്പൊ ഇവിടെ 20 ആണ്. അപ്പൊ 20 തൊട്ട് മുമ്പുള്ളതാണ് 10ാമത്തെ ഒറ്റ സംഖ്യ 19. അടുത്ത 50ാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 10ന്റെ ഇരട്ടിയാണ് 20 അല്ലെ. 10ാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 10ന്റെ ഇരട്ടിയാണ്. അപ്പൊ 50ാമത്തെ ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ 50ന്റെ ഇരട്ടി എന്ന് വെച്ചാൽ 50 രണ്ട് തവണ കൂട്ടുമ്പോൾ എത്രയാണ്? 100. 50ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 99. 100ന്റെ തൊട്ട് മുമ്പ് 99 അല്ലേ. 100ാമത്തെ ഇരട്ട സംഖ്യ 200. 400 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് എന്നാണ് ചോദ്യം. 400 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ്? എന്താണ് നമ്മുടെ 100ാമത്തെ ഇരട്ട സംഖ്യ അല്ലെ. 100ാമത്തെ ഇരട്ട സംഖ്യയാണ് 200. അപ്പൊ 400 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ്? 800 അല്ലെ. 800 എത്രാമത്തെ എന്നാണ് ചോദ്യം കേട്ടോ. അതായത് 100ാമത്തെ ഇരട്ട സംഖ്യയാണ് 200. 400 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യ? അപ്പൊ 800 അല്ല. 800 എന്ന് വെച്ചാൽ 400ാമത് എത്രാമത്തെ 400ാമത് എത്ര ഇരട്ട സംഖ്യ ആയിരിക്കും? 400ാമത്തെ ഇരട്ട സംഖ്യ എത്രയെന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് 800 പറയാൻ പറ്റും. ഇവിടെ 400 എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണെന്നാണ് ചോദ്യം. അപ്പൊ എത്രാമത്തെ എന്ന് വെച്ചാൽ 400 എന്നത് എത്രാമത്തെയാണ്? 200ാമത്തെ ഇരട്ട സംഖ്യയാണ് 400. ഓക്കെ, 200ാമത്തെ ഇരട്ട സംഖ്യയാണ് 400. അടുത്തത് ശരിയും തെറ്റും. ഒരു ഗ്രൂപ്പിലെ കുട്ടികൾ എഴുതി കൊണ്ടുവന്ന തുടർച്ചയായ എണ്ണൽ സംഖ്യ പാറ്റേണുകൾ അധ്യാപിക ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, അടുത്തൊരു സംഖ്യ പാറ്റേൺ ആണ്, എണ്ണൽ സംഖ്യ പാറ്റേൺ ആണ്. തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ് അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 10 കൂട്ടണം അല്ലെങ്കിൽ 20 കൂട്ടണം കുറയ്ക്കണം അങ്ങനെയല്ല, തുടർച്ചയായ സംഖ്യകളാണ്. അപ്പൊ അതിൽ എന്ത് ചെയ്യുക? പാറ്റേണുകളിൽ ശരിയായതും തെറ്റായതും കണ്ടെത്തുക, തെറ്റ് തിരുത്തി പൂർത്തിയാക്കുക. എന്ന് വെച്ചാൽ ശരിയായ പാറ്റേണുകൾ ഇങ്ങോട്ട് എഴുതുക, തെറ്റിയവ എന്ത് ചെയ്യുക? തിരുത്തിയ ശേഷം ശരിയാക്കിയിട്ട് ഇവിടേക്ക് എഴുതുക. നമുക്ക് ആദ്യത്തെ നോക്കാം. 1007, 1008, 1009, 1100, 1101, 1102. ശരിയാണോ? 9 കഴിഞ്ഞാൽ 100 ആണോ? അല്ല, തെറ്റാണ്. 9 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാണ്? 10 ആണ് അല്ലെ. അപ്പൊ ശരിയാക്കി എഴുതിക്ക്. 1009 കഴിഞ്ഞാൽ 1010, 1011, 1012. അടുത്തത് 2006, 2007, 2008, 2009, 2010, 2011. ശരിയാണ് അല്ലെ അത്. അപ്പൊ ശരിയായവ എന്നുള്ള കോളത്തിൽ എഴുതുക. അടുത്തത് 3107, 3108, 3109, 3109 കഴിഞ്ഞാൽ 109 അടുത്ത സംഖ്യ എത്രയാണ്? 110 ആണ് അല്ലെ. 110 ആണ്. അപ്പൊ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 4000 ആണോ? അല്ല, തെറ്റാണ്. അടുത്ത സംഖ്യ 3109 കഴിഞ്ഞാൽ 3110, 3111, 3112. അടുത്തത് 1097, 1098, 1099, 2000. 99 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാണ്? 100 ആണ് അല്ലെ. അപ്പൊ അതും തെറ്റാണ്. ശരിയായത് എന്താണ്? 1099 കഴിഞ്ഞാൽ 1100, 1101, 1102. അടുത്തത് 4447, 4448, 4449. അടുത്തത് 4050. ശരിയാണോ? ശ്രദ്ധിച്ചു നോക്കുക. എവിടെയാണ് നിങ്ങൾ 47, 48, 49, 50. അപ്പൊ ശരിയാണെന്ന് പറയരുത്. കാരണം ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, 100ന്റെ സ്ഥാനം നോക്കിക്കേ. അതായത് 400 ആണ് അല്ലെ. 4400 ആണല്ല. ഇവിടെ എത്തിയപ്പോ നോക്കിക്കേ, നേരെ 4050 ആയി. ഇവിടെ 4 കൂടി വേണമായിരുന്നു. അപ്പൊ തെറ്റാണ്. എന്താണ് ശരിയായിട്ടുള്ളത്? 4449 കഴിഞ്ഞാൽ 4450, 4451, 4452 ആണ്. അടുത്തത് 6636, 6637, 6638, 6639, 6640, 6641. ശരിയാണ് അല്ലെ. അത് ശരിയാണ്. അടുത്തത് 8995, 8996, 8997, 8998, 8999 കഴിഞ്ഞാൽ ഇവിടെ എത്ര എഴുതിയിരിക്കുന്നത് നോക്കിക്കേ? 9000.
8999 എഴുതിയിരിക്കുന്നത്. തെറ്റാണ്. കാരണം 8999 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാണ്? അടുത്ത സംഖ്യ 9000 ആണ്. ഓക്കെ, അടുത്തത് 9095, 9096, 9097, 9098 കഴിഞ്ഞ് 9099 കഴിഞ്ഞാൽ 99 കഴിഞ്ഞാൽ നേരെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സംഖ്യയാണ് 10000. ഇതല്ല, 99 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ എത്രയാണ്? 100, 9100 ആണ്. അപ്പൊ അതും തെറ്റാണ്. 9099 കഴിഞ്ഞാൽ 9100 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? സംഖ്യാ പാറ്റേണിൽ ശരിയായവ ശരിയായ കോളത്തിലേക്കും തെറ്റായവ തിരുത്തിയ ശേഷം ഇതുപോലെ നമ്മൾ അടുത്ത കോളത്തിലേക്കും എഴുതുക. അടുത്തത് ഞങ്ങൾ ആര്. ഇവിടെ കുറെ നമ്പേഴ്സ് കണ്ടുപിടിക്കണം, കുറെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സംഖ്യകൾ കണ്ടുപിടിക്കണം. അതാണ് ഞങ്ങൾ. ഞാൻ ആരെന്നല്ല ചോദ്യം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാൻ ആരല്ല, ഞങ്ങൾ ആരാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഈ സംഖ്യകൾ നമ്മളിവിടെ എഴുതാൻ പോകുന്ന ഈ സംഖ്യകളെല്ലാം തന്നെ 2000-നും 3000-നും ഇടയിലാണ് ഉള്ളത്. ഒറ്റ സംഖ്യയാണ്, എല്ലാം ഒറ്റ സംഖ്യകളാണ്. 10ന്റെ സ്ഥാനത്ത് അക്കം 6ആണ്. 10ന്റെ സ്ഥാനത്ത് എല്ലാത്തിനും 6ആണ് അക്കം. 1ന്റെയും 100ന്റെയും സ്ഥാനത്ത് ഒരേ അക്കമാണ്. അതായത് 1ന്റെ സ്ഥാനത്തും 100ന്റെ സ്ഥാനത്തും ഒരേ അക്കങ്ങളാണ്. അപ്പൊ ഏതൊക്കെ നമുക്ക് എഴുതാം? 2161 എഴുതാം, 2363, 2565, 2767, 2969. ഈ 5 എണ്ണമാണ് ഇവിടെ വരുന്ന സംഖ്യകൾ അല്ലെ. അടുത്തത് സുജിത്തിന്റെ കാറിന്റെ നമ്പർ എത്ര? സുജിത്തിന്റെ കാറിന്റെ നമ്പർ 4 സംഖ്യയാണ്. ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാനത്തെ അക്കം. രണ്ടാമത്തെ മൂന്നാമത്തെ അക്കങ്ങൾ തുല്യമാണ്. ആദ്യത്തെ രണ്ടക്കം ചേർന്ന സംഖ്യ ആദ്യത്തെ രണ്ടക്കം ചേർന്ന സംഖ്യയുടെ ഇരട്ടിയാണ് അടുത്ത രണ്ടക്കം ചേർന്ന സംഖ്യ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചിട്ട് സുജിത്തിന്റെ കാറിന്റെ നമ്പർ എത്രയെന്ന് കണ്ടുപിടിക്കുക. ഉത്തരം കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, നമ്മൾ അതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇവിടെ നോക്കി. തുടർച്ചയായ 3 എണ്ണസംഖ്യകൾ വരുന്ന രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക. അതായത് തുടർച്ചയായിട്ടാണ് വരുന്നത്. അതായത് 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3 അങ്ങനെ തുടർച്ചയായ നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള 4 അക്ക സംഖ്യകൾ ഇവിടെ ഒന്ന് ചെയ്ത് തന്നിട്ടുണ്ട്. 2999 കഴിഞ്ഞ് 3000, 3001. അതായത് 2098 കഴിഞ്ഞ് അടുത്ത 2099, അടുത്ത എത്രയായിരിക്കും? 2100. ഇവിടെ നോക്കിക്കേ, 5999 കഴിഞ്ഞ് അടുത്തത് 6000, 6000 കഴിഞ്ഞ് 6001. ഇവിടെ തരാനുള്ള നോക്കൂ, 6199 തന്നിരിക്കും. അത് തൊട്ട് മുമ്പുള്ളതും അതിന് ശേഷമുള്ള നമ്പറുമാണ് എഴുതേണ്ടത്. അപ്പൊ 6199 തൊട്ട് മുമ്പ് ഏതായിരിക്കും? 6198. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? 6200. അടുത്ത 4200 തൊട്ട് മുമ്പ് 4199, 4200 കഴിഞ്ഞാൽ 4201, 7000 തൊട്ട് മുമ്പ് 6999, 7000 കഴിഞ്ഞാൽ 7001. അടുത്തത് സംഖ്യകൾ എഴുതാം. 4, 6, 7, 9 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര 4 അക്ക സംഖ്യകൾ എഴുതാൻ കഴിയും? ഏതൊക്കെയെന്ന് എഴുതി നോക്കൂ. 3, 7, 9, 5 എന്നീ അക്കങ്ങളായാലും അപ്പൊ ചോദ്യം ചെയ്ത് നോക്കുക. അടുത്തത് ചെറുതും വലുതും. ഓരോ വരിയിലെയും വലിയ സംഖ്യയ്ക്ക് ചുറ്റും വട്ടവും ചെറിയ സംഖ്യയ്ക്ക് ചുറ്റും ചതുരവും വരയ്ക്കുക. ഇവിടെ കുറേ വരികൾ കണ്ടില്ലേ? 5 വരികളുണ്ട്. അപ്പൊ ഓരോ വരിയിലും വലിയ സംഖ്യയ്ക്ക് ചുറ്റും വട്ടവും ചെറിയ സംഖ്യയ്ക്ക് ചുറ്റും ചതുരവുമാണ് വരയ്ക്കാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ വരി നോക്കാം. 4275, 4257. അപ്പൊ ഇതിലെ 4725, 4752, 4572. അതിൽ ഏറ്റവും എന്താണ് വലിയ സംഖ്യ ഏതാണ്? 4752 ആണ് അല്ലെ. രണ്ടെണ്ണം ഉണ്ട്, 4725 ഉണ്ട്, 52 ഉണ്ട്. 25ആണോ 52ആണോ വലുത്? 52 ആണ്. അപ്പൊ അതിന് ചുറ്റും വട്ടം വരയ്ക്കുക. ചെറിയ സംഖ്യ ഏതാണ് ഇതില്? 4257. ഇവിടെ 4257 ഉണ്ട്, 4275 ഉണ്ട്. ഏറ്റവും ചെറുത് ഏത്? 57 ആണ്. അപ്പൊ 4257. അപ്പൊ അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്തു? ചതുരം വരച്ചു. അപ്പൊ ഇതേപോലെ ബാക്കിയുള്ള 4 എണ്ണം നമ്മൾ ഇതുപോലെ ചെയ്യണം. വലിയ സംഖ്യക്ക് ചുറ്റും വട്ടവും ചെറിയ സംഖ്യക്ക് ചുറ്റും എന്താണ്? ചതുരവും വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് എന്ത് ചെയ്യാനാണ് പറയുന്നത്? വട്ടത്തിലെ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതും. ഇപ്പൊ ഇവിടെ കുറെ നമ്മൾ വട്ടം വരച്ചിട്ടില്ലേ? ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതുക. അതുപോലെ ആദ്യം 4752, 4757, 4762, 4767, 4772. ഓക്കെ, അതേപോലെ ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താ ബന്ധം നോക്കിക്കേ. 52ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ് അല്ലെ. 52ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 4757, അതിനോട് വീണ്ടും 5 കൂട്ടുമ്പോഴാണ് 4762. അപ്പൊ ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. ചതുരത്തിലെ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതുക. അതായത് ചതുരത്തിൽ നമ്മൾ ചതുരം വരച്ച സംഖ്യകളെല്ലാം തന്നെ വലുതിൽ നിന്ന് ചെറുതെന്ന ക്രമത്തിൽ എഴുതുക. അപ്പൊ ആദ്യം വരുന്ന സംഖ്യ ഏതാണ്? 4267, 4262, 4257, 4252, 4247. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്
നമ്മുടെ ഒന്നാമത്തെ പാഠം 4 അക്ക സംഖ്യകൾക്കൊപ്പം. നമ്മൾ 4 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മൾ 4 പാർട്ടും കാണുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ എല്ലാ പാർട്ടിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.